this is Parvati. Welcome to my YouTube channel. അപ്പോൾ ഗൈസ് 27-ാം തീയതിയാണ് ഗൈസ്, ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഗൈസ് എനിക്ക് 10 വയസ്സായതുകൊണ്ട് 10 ഗിഫ്റ്റ് എൻ്റെ അമ്മയും അച്ഛനും തന്നിട്ടുണ്ട്. നാളെയാണ് കേക്ക് മുറിക്കുക. പിന്നെ ചേച്ചി കൂടെ തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് 10 ഗിഫ്റ്റ്. അതിൽ 8 ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഇത് രണ്ടുമാണ്. ഒരെണ്ണമാണ് ഞാൻ പൊട്ടിക്കാൻ വിചാരിക്കുന്നത്. ഇത് പൊട്ടിക്കും. ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിക്കാം. ഒന്ന് പോസ് ഗൈസ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. അത് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് പൊട്ടിക്കാം. ആയാ മതിയായിരുന്നു. നല്ല ലക്ക് പോലെ കുറച്ച് വലിയ പെട്ടിയ എന്റെ പ്രിയപ്പെട്ട കുറെ പറഞ്ഞു നടക്കുന്നുണ്ട്. ലാമ്പ്, ചാർജർ, കുറെ പറഞ്ഞു നടന്ന സാധനമാണ്. സ്പെഷ്യൽ സംഭവം. എനിക്ക് മനസ്സിലായി. ഇത് കണ്ട മനസ്സിലായി. എൻ്റെ ലക്ക് ഇത് ഓൺ ഓഫ് ബട്ടനാണ്. ഇതെങ്ങനെ ഓൺ ചെയ്യാൻ പറ്റുമോ? ബാക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം. ഒരു ഒട്ടിപ്പൊളി ബ്ലൂ ലാമ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ പെണ്ണൊക്കെ വയ്ക്കാൻ സാധനം. ഇത് അച്ചച്ചി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അച്ചച്ചി ഇത് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ അച്ചച്ചി കൊണ്ട് രാത്രി പിടിക്കാനാണ് വേണ്ടത്. രാത്രി പിടിക്കാൻ നമുക്ക് കൊടുക്കാം. അപ്പം നമുക്ക് ഇതെൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇത് ശരിക്കും നമ്മുടെ ബൾബിൻ്റെ കളർ. 2 ലൈറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി വാം. അയ്യോ ചാർജ് ചെയ്യുന്ന ഒരു വാം ലൈറ്റാണ്. കുറേ കാലം നോക്കി വെച്ചതാണ് സംഭവം. ഇനി റിംഗ് ലൈറ്റിന് പകരം ഇത് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ലൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പം ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇതാവുന്നത് ഇതാണ്. ഇപ്പം ഇത് ഫുള്ള് പച്ചയാണ്. എൻ്റെ കണ്ണിൽ ആദ്യം പോയി ഈ സാധനമാണ്. കാരണം ഇതെല്ലാം പച്ചയാവുമ്പോൾ ഇത് മാത്രം പർപ്പിൾ കളറ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവർ പേപ്പർ തകയാണ്ടാണെന്നാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ എന്തായാലും ഞാൻ ഈ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.